ആ മുഖത്ത് നോക്കിയാൽ എനിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ നന്ദിനി, രാവിലെ കൊടുക്കേണ്ടത് രാവിലെ തന്നെ കൊടുക്കണം, ഉച്ചയ്ക്ക് കൊടുക്കേണ്ടത് ഉച്ചയ്ക്ക് കൊടുക്കണം, അല്ലേ? രാത്രി കൊടുക്കേണ്ടത് രാത്രി തന്നെ കൊടുക്കണം. ഇത് മരുന്നാ നന്ദിനി. അച്ഛനെ കണ്ടോ? അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടോ? ഉള്ളിലെ സന്തോഷം കൊണ്ടാടോ. ആ, സന്തോഷിച്ചോ. അച്ഛനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് മറ്റാരെങ്കിലും ചെയ്യുന്നത് കാണുമ്പോഴേ ഉള്ളിൽ സന്തോഷിക്കും കേട്ടോ. ഹലോ, ഗംഗ ജയിലില്ല. സുദർശനെ കാണാമെന്നതാ. പരോളിനുള്ള അപേക്ഷയില് ഇത്തവണ ഒപ്പിട്ടില്ല അല്ലേ? എന്റെ തീരുമാനം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഗംഗേ? അത് നടന്നോന്നറിയാതെ ഞാൻ പുറത്തു വരില്ല. പരോളിന്റെ അപേക്ഷയുമായി അതുവരെ ആരെയും എന്റെ അടുത്തേക്ക് അയക്കണ്ട. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. ഇത്രയും കാലം കൂടെ നിന്നവര് മുഴുവൻ കാലുമാറിപ്പോയി എന്ന് എനിക്കറിയാം. അവന്മാരെയൊക്കെ തിരിച്ചിറങ്ങുമ്പോ ഞാൻ കണ്ടോളാം. പക്ഷേ നിനക്കെടുക്കാവുന്ന രീതിയിൽ ബാങ്കിൽ ആവശ്യം പോലെ പണമുണ്ട്. പണമെറിഞ്ഞു കഴിഞ്ഞാൽ ഉന്നം പിഴയ്ക്കാത്തവന്മാരെ കിട്ടും. കൊല്ലണം. പത്മയുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ജീവൻ എനിക്ക് വേണം. എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട്. ആ കുടുംബം എന്റെ നോട്ടത്തിൽ തന്നെയാണ്. എന്നിട്ട് ഇതുവരെ യാതൊന്നും സംഭവിച്ചില്ലല്ലോ. എന്നെ ജയിലിലാക്കിയവള് കുടുംബത്തോടൊപ്പം സുഖിച്ച് ജീവിക്കുമ്പോ ആ കാഴ്ച കാണാൻ ഞാൻ പുറത്തിറങ്ങി വരില്ല. ഒരിക്കലും വരില്ല. ആളുകളൊക്കെ ഏട്ടനെ തന്നെ കുറ്റം പറയുന്നേ. അവരുടെ കമ്പനി തൊഴിലാളിയെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നത് ശരിയായില്ലെന്ന് തന്നെയായില്ല അവരുടെ അഭിപ്രായം. നിനക്ക് അഭിപ്രായമുണ്ടോ? കുടുംബത്തെ കയറി വെട്ടിക്കൊന്നു, അത് സത്യമാണ്. പക്ഷേ വെറും ഒരു കമ്പനി തൊഴിലാളിയായി അവൻ പരസ്യമായി എന്നെ വെല്ലുവിളിച്ചതാ. എന്റെ പണമിടപാടുകളും ബിസിനസ്സുകളും അവൻ പോലീസിന് ഒറ്റുകൊടുത്തു. പത്മയേതീന്ദ്രനും എന്റെ ബന്ധുക്കളാ, അതും ഏറ്റവും അടുത്ത ബന്ധം. അവരുടെ തൊഴിലാളിയെ നിലയ്ക്ക് നിർത്തണമെന്ന് ഞാൻ വാണിംഗ് കൊടുത്തതല്ലേ? പക്ഷെ കേട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, സുദർശനന്റെ സാമ്രാജ്യം തകർക്കുവാൻ തന്നെയാണ് പത്മയുടെയും യതീന്ദ്രന്റെയും തീരുമാനമെന്ന്. ആ പക വീട്ടാൻ എന്റെ മുന്നിൽ ഒരേ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. വിരൽ ചൂണ്ടിയവനെ കൊല്ലുക. കൊന്നു. കേസില്ലാതാക്കാനുള്ള സകല മാർഗങ്ങളും ഞാൻ ചെയ്തതാ. പോലീസുകാർ ഞാൻ പറഞ്ഞതനുസരിച്ച് FIR എഴുതാനും തയ്യാറായിരുന്നു. പക്ഷേ അവിടെ പത്മ വാശി കാണിച്ചു. പുറത്തുനിന്നും വക്കീലന്മാരെ ഇറക്കി പണം ചെലവഴിച്ചു. അതിന്റെ ഫലം, അതിന്റെ നഷ്ടം എനിക്കാ. എനിക്ക് കിട്ടിയത് ജീവപര്യന്തം. ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി വരുമ്പോ ഇനി ഒരിക്കലും സന്തോഷിക്കാൻ പറ്റാത്ത വിധത്തിൽ പത്മയുടെ കുടുംബത്തെ എനിക്ക് കാണണം.
നഷ്ടങ്ങളിൽ വേദനിക്കുന്ന പത്മ എനിക്ക് കാണണം. കണ്ണുനീരിന്റെ അകമ്പടിയോടെ ആ യതി എനിക്ക് കാണണം. അതുകൊണ്ട് കൊല്ലണം. ഗംഗ, യതീന്ദ്രനും പത്മയും ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളെ തന്നെ കൊല്ലണം. അത് സൂര്യയാണ്. അവനെയാണ് തീർക്കേണ്ടത്. സൂര്യയുടെ മരണവാർത്തയും അറിയിച്ച് നീ എന്റെ മുന്നിലേക്ക് വരാമെങ്കിൽ ആ പരോളിന്റെ ആപ്ലിക്കേഷനിൽ ഞാൻ ഒപ്പിടും. ഞാൻ പുറത്തിറങ്ങും. അല്ലെങ്കിൽ സുദർശനൻ പുറം ലോകം കാണില്ല. എനിക്ക് നിങ്ങളെ പുറത്തിറക്കിയേ പറ്റൂ. നിങ്ങൾ പരോൾ ആപ്ലിക്കേഷനിൽ ഒപ്പിട്ടേ പറ്റൂ. ഒരുപാട് ദിവസമൊന്നും ഞാൻ ചോദിക്കുന്നില്ല. 2-3 ദിവസം മാത്രം. അതിനുള്ളിൽ പത്മയുടെ കുടുംബത്തിൽ നിന്ന് വിലപ്പെട്ട ഒരു ജീവൻ എടുത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തിരിച്ചു വരും. ഇത് സത്യം. മതി സമയം കഴിഞ്ഞു. നന്ദിനി, താനെന്തൊന്നും മിണ്ടായിരിക്കുന്നേ? എടോ, 2 പേര് ഒന്നിച്ചിങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരാൾ മുഖം വീർപ്പിച്ചിരിക്കാന്ന് പറഞ്ഞാൽ എന്തൊരു ബോറാണെന്നറിയോ? സാർ എന്നോട് സംസാരിക്കണ്ട. അതെന്താ? അതൊന്നും സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാറിന് എപ്പോഴും മനസ്സിനെ വെറുപ്പിച്ചാൽ മതിയല്ലോ. എടോ, അതിന് ഞാൻ തന്നെ എന്ത് വെറുപ്പിച്ചു നീ പറയുന്നേ? ഞാൻ മിണ്ടാതെ വണ്ടി ഓടിക്കല്ലേ? അതെ, ഇപ്പം മിണ്ടാതിരിക്കുകയാണ്. മിണ്ടാനുള്ളത് മുഴുവനും പത്മ മാഡത്തിന്റെ മുന്നിൽ വെച്ച് മിണ്ടിയല്ലോ. ഓ, അതാണോ കാര്യം? എന്തേ, അത്ര നിസ്സാരായിട്ടുള്ള കാര്യം? എന്തായിരുന്നു സാറ് കാണിച്ചു കൂട്ടിയത്? എന്തിനായിരുന്നു എന്നെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞു കൂട്ടിയത്?